ഗലാത്യ 1:15 മാതാൻ ഉദരത്തിലായിരിക്കുമ്പോഴേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, കൃപകളാൽ ഞാൻ നിന്നെ നിറച്ചു. ഇനി 139 സങ്കീർത്തനം 13:16 ശ്രദ്ധിച്ചു. ഒരു വ്യക്തി ആണായി തീരണോ പെണ്ണായി ജനിക്കണമെന്ന് തീരുമാനം ദൈവം എടുത്തതാണ്. ഒരു വ്യക്തിയുടെ കളറ് കറുപ്പ് വേണോ മീഡിയം വേണോ വെളുപ്പ് വേണോ ദൈവം തീരുമാനം എടുക്കുന്നത്. ഒരു വ്യക്തിയുടെ കണ്ണ് വേണോ കാത് വേണോ ദൈവം തീരുമാനം എടുക്കുന്നത്. സഹോദരങ്ങളെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എന്നെ അവിടുന്ന് ഉരുവാക്കിയപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല, എൻ്റെ രൂപം അങ്ങേക്ക് അറിയാമായിരുന്നു. ആൻ്റണി അച്ഛൻ വെളുത്ത കളറോടെ ജനിക്കണമെന്ന് ദൈവിക തീരുമാനം. കുറേ ചേട്ടത്തിമാരും ചേട്ടന്മാരും കുങ്കുമപ്പൂവൊക്കെ കഴിച്ചിട്ട് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ശരീരത്തിന് സ്കിൻ ഡിസീസിന് കാരണമാകുന്നതാണ് പറയണത്. ഒക്കെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് കുറേ നോക്കിയതല്ലേ, ഇപ്പം അത് രോഗമായിട്ട് മാറുന്നു. ദൈവത്തെ ഓർത്ത് കുങ്കുമപ്പൂവൊന്നും കഴിക്കല്ലേ. അത് ഈ അറേബ്യൻ നാട്ടിൽ നിന്ന് വരുന്ന കൊണ്ടുവന്ന് കഴിക്കണമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എന്താ. എന്നിട്ട് ആ കൊച്ചു കറുത്തുപോയി എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ കഷ്ടകാലം. പ്രൈസ് ദി ലോർഡ്. എന്ന് ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ, 2 മിനിറ്റ്. അതെന്ത് ആർക്ക് വേണ്ടിയെന്നറിയോ? മരിച്ചുപോയ അപ്പനും അമ്മയ്ക്കും. എൻ്റെ അമ്മയെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ജനിച്ച് 10 മാസം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചതാണ്. അപ്പൻ 2010 നവംബർ 16 മരിച്ചതാണ്. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഞാൻ കണക്കൂട്ടി. കാരണം അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, അമ്മയുടെ ഫോട്ടോ ഇതുവരെ അമ്മയുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല അമ്മയുടെ രൂപം എന്താ, ഷേപ്പ് എനിക്കറിയില്ല. ദൈവൻ അത്രയും തങ്കക്കുടമായി എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോ പോലും തരാതെ. സഹോദരങ്ങളെ, ഞാൻ കണക്കൂട്ടിയപ്പോൾ എൻ്റെ അപ്പൻ്റെ 44 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ ദേ ഇന്ത്യയെ ഞാൻ 5ാമത്തെ കുഞ്ഞിനെയും ഗർഭം ധരിച്ചു. ഞാൻ ഇതിനെ പ്രസവിക്കണോ വേണോ വേണ്ടേ? അപ്പം ചോദിച്ചിട്ടുണ്ടാവും, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോടി ഇതിനെയും പ്രസവിച്ചിടാൻ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എങ്കിൽ അതിനെ ഇന്ന് പെറ്റിട്ടേക്ക്. എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? പെറുക എന്ന് പറയില്ലേ, ഞങ്ങളുടെ പെറ്റ് അല്ലേ, അതിനങ്ങ് പ്രസവിച്ചിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കൊയ്തുകൊണ്ടിരുന്നപ്പോൾ, എൻ്റെ അമ്മ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നിന്ന് ചേച്ചിയോട്, എടിയേ എനിക്ക് പ്രസവവേദന തുടങ്ങിയെന്നാണ് തോന്നണേ, അതുകൊണ്ട് ഞാൻ പോവാട്ടോ. ഓടി വീട്ടിൽ ചെന്ന് കട്ടിലേ കയറി കൊല്ലനും കൊല്ലത്തിരയാതെ തകതി തേന്നവർ കൊച്ചരിവാളെന്ന് പറഞ്ഞ പോലെ എൻ്റെ അമ്മ കട്ടിലേ കിടന്ന് ഒരൊറ്റ പ്രസവ. ഫാദർ ആൻ്റണി പയ്യപ്പള്ളിയെ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രസവമാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഗർഭപാത്രത്തിൽ ഞാൻ ജനിച്ചതറിഞ്ഞപ്പോൾ വേണമെങ്കിൽ അവർക്കെന്നെ കൊന്നുകളയാമായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ദൈവം എൻ്റെ അപ്പനമ്മ ആരെയാണ് കൊന്നുകളയുമായിരുന്നത്? ഈ ലോകം മുഴുവനും ഓടി നടന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കേണ്ടതായ ഒരു ഫാദർ ആൻ്റണി പയ്യപ്പള്ളിയായിരിക്കും എൻ്റെ അപ്പനമ്മയെ കൊന്നുകളയുമായിരുന്നത്. സഹോദരങ്ങളെ, ഈ 2023 ഡിസംബർ മാസം 29-ാം തീയതി വൈകുന്നേരം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് സമയത്ത് ഇവിടെ വചനം പ്രഘോഷിക്കാൻ ഒരു ആൻ്റണി പയ്യപ്പള്ളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സമ്മതമൊഴിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവിടെ ഇന്ന് വചനം കേൾക്കുന്നുവെങ്കിൽ, ആൻ്റണി അച്ഛനെ കേൾക്കുന്നുവെങ്കിൽ, അച്ഛനിലൂടെ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും നല്ല മനസ്സാണ്. നിങ്ങൾ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലരുതേ. കൊലപാതകം ഇത് സഹോദര സ്നേഹത്തിൻ്റെ ബലിപീഠം തകർന്നപ്പെടുന്നത്. അതുകൊണ്ട് പറഞ്ഞത് നീ കൊല്ലരുത് എന്നുള്ളത്. വീണ്ടും 6ാമത്തെ ഞാൻ മാറ്റിവെക്കുന്നു. 7ാമത്തേത് മോഷ്ടിക്കരുത്. 1 കൊരിന്തോസ് 6:10 കള്ളനും കവർച്ചക്കാരനും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നിനക്ക് സ്വർഗരാജ്യം കിട്ടില്ലെന്നേ നീ മോഷ്ടിച്ചെടുത്താൽ. 8ാമത്തേത് കള്ളസാക്ഷ്യം നൽകരുത്. സുഭാഷിതം 19:9 കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കില്ല, വ്യാജൻ പറയുന്നവൻ നശിക്കും. ഈ കോർട്ടിലായാലും പോലീസ് സ്റ്റേഷനായാലും സമൂഹത്തിന് വെച്ച് കള്ളസാക്ഷ്യം പറയുന്നുവെങ്കിൽ തമ്പുരാൻ പറയുക, നീ ശിക്ഷിക്കപ്പെടും. എന്തെങ്കിലും നിനക്ക് ഇതിൻ്റെ ശിക്ഷയുണ്ട്. സത്യം. വ്യാജൻ പറയുന്നവൻ നശിക്കും. 9ാമത്തേത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. എബ്രായർ 13:4 എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടണം. മണവറ മലിനമാകാതിരിക്കട്ടെ. വ്യഭിചാരികളെയും അസന്മാർകളെയും ദൈവം വിധിക്കും. ഒരുപക്ഷെ നീ ഇന്ന് ചെയ്യുന്ന വ്യഭിചാര വേശ്യവൃത്തിയും ആരും അറിയുന്നില്ലായിരിക്കും. പക്ഷേ
ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 100 മടങ്ങ് പ്രകാശമുള്ളതാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ സങ്കേതങ്ങൾ എന്തെങ്കിലും ദൈവം കാണും, അത് പുറത്തു കൊണ്ടുവരും. ഉറപ്പാണ്, അതിന് ശിക്ഷയുണ്ട്. 10-ാമത്തേത്, അന്യൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കരുത്. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാ നശിച്ചുപോയാൽ എന്ത് പ്രയോജനം? നീ മറ്റുള്ളവരെ വസ്തുക്കൾ മോഷ്ടിച്ചെടുത്ത് നീ ധനവാനാകാൻ നോക്കിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം?